പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന കഴിഞ്ഞ സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ വർഷത്തെ അവസാനത്തെ ആരാധനയിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആരാധന കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, അല്പം ഒന്ന് വിശ്രമിച്ചതിന് ശേഷമായി ഞങ്ങളെ ഒരു ഭവനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അതിലേക്കായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി ഈ ദേശത്തിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന സാഹചര്യം അല്പമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പ്രിയ കർത്താവിൻ്റെ ദാസൻ ശാമുവേൽ, ഞാൻ സഹോദര തുല്യനായിട്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. ഞങ്ങളോടൊപ്പം 5 ദൈവദാസന്മാരുണ്ട് ഈ ദേശത്തിൽ. ഇവിടെ നിന്നും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യാത്രയാണ് അവർ ആയിരിക്കുന്ന ഭാഗങ്ങളിൽ കടന്നു പോകാൻ. ഇദ്ദേഹമാണ് അവരെയൊക്കെ ലീഡ് ചെയ്യുന്നത് ഞാനില്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ. കൊറോണയ്ക്ക് മുമ്പ് വരെ എല്ലാ മാസവും ഒരാഴ്ച 10 ദിവസം ഞാൻ കടന്നു വരും. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇല്ലെങ്കിൽ എന്നോടൊപ്പം ഏതെങ്കിലും ദൈവദാസന്മാർ, സഹോദരന്മാർ കൂടെ കാണും. കൂടുതലായി എൻ്റെ മകനാണ് കൂടെ ഉണ്ടാകുന്നത്. നിങ്ങൾ ഒത്തിരി വീഡിയോസ് ഉണ്ട്, നോക്കുമ്പോൾ അറിയാം. എന്നെ വളരെ ശുശ്രൂഷയിൽ കൈത്താങ്ങുന്നത് എൻ്റെ മകനാണ്. ഇപ്രാവശ്യം മകൻ കടന്നു വന്നില്ല. കാരണം കഴിഞ്ഞ 3 വർഷമായി എൻ്റെ വൈഫ് ബെഡ് റെസ്റ്റിലാണ്. ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. എന്നോടൊപ്പം ഈ ദേശങ്ങളിൽ വളരെയധികം സുവിശേഷത്തിൽ കഷ്ടത അനുഭവിപ്പാനിടയായി തീർന്നു. അവളെ ട്രീറ്റ് ചെയ്യണം, ഫുഡ് കൊടുക്കണം, മെഡിസിനുകൾ കൊടുക്കണം. ആയതുകൊണ്ട് മകനെ കൊണ്ടുവന്നില്ല. പിന്നെ കൊറോണയുടെ ടൈമാണ്. മറ്റ് സഹോദരന്മാരെ ആരെങ്കിലും വിളിച്ചാൽ അവർ വരത്തില്ല, പേടിയാണ്, അതുകൊണ്ട് വരികയില്ല. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ ഒരാഴ്ചകൾ ഞങ്ങളുടെ ദൈവദാസന്മാരോടൊപ്പം ആയിരിക്കാൻ സർവേശ്വരനായ ദൈവം സഹായിച്ചു. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നാളെ വൈകിട്ട് ഞാൻ വീണ്ടും സ്വദേശത്തേക്ക് കടന്നു പോകും. അടുത്ത ജനുവരിയിലേക്ക് കർത്താവ് അനുവദിക്കുന്നു എങ്കിൽ കടന്നു വരുവാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. 20 വർഷം മുമ്പാണ് ഞങ്ങൾ ഈ ദേശത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ബാച്ചിലേഴ്സ് ആയിരുന്ന സമയം ഞങ്ങൾ കുറേ സഹോദരന്മാരായി ട്രൈബൽസിൻ്റെ ഇടയിൽ ഇവിടെ 4 മലകളിലായിട്ട് 7 ലക്ഷം ട്രൈബൽസ് ഉണ്ട്. 7 ലക്ഷം ട്രൈബൽസ് 224 വില്ലേജുകളിലായിട്ടാണ് അവരുള്ളത്. അപ്പോൾ ബാച്ചിലേഴ്സായിട്ട് ഞങ്ങൾ 3-4 വർഷം ആ ഭാഗങ്ങളിലൊക്കെ മിനിസ്ട്രി ചെയ്തു, മിഷൻ ഫീൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് കടന്നുപോയി. വിവാഹം കഴിഞ്ഞു. നാട്ടിൽ കുറേ നാള് ശുശ്രൂഷയുടെ ഭാഗത്തായി. അവിടെ നിന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക്, എൻ്റെ മകൻ 1.5 വയസ്സായ സന്ദർഭത്തിൽ ഊട്ടിയിലേക്ക് ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. മകന് 4 വയസ്സായപ്പോൾ മോളെ പ്രഗ്നൻ്റായി. അവിടെയുള്ള ക്ലൈമറ്റുകൾ ശരിയല്ലാതെ അവിടെയുള്ള വിശ്വാസികളെ മറ്റുള്ള ദൈവദാസന്മാർക്ക് അവരെ ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. മകളെ ദൈവം തന്നു. കുറേ കാലം കഴിഞ്ഞു. നാട്ടിലും
മിഷൻ ഫീൽഡായിട്ട് ഈ ദേശങ്ങളിലും ശുശ്രൂഷ ആരംഭിച്ചു. കുഞ്ഞുങ്ങൾ ഇച്ചിരി പ്രായമായി. മോൻ 9 വയസ്സും മോൾക്ക് 5 വയസ്സും പ്രായത്തിൽ മോനെ IPCയുടെ ഒരു ചിൽഡ്രൻ ഹോമിൽ, തിരുവനന്തപുരത്ത് ഒരു ചിൽഡ്രൻ ഹോമിൽ മോനെ കൊണ്ടുചെന്നാക്കി. മോനെ ഒരു ബോയ് ഹോമിലാക്കി മോളെ ഒരു ചിൽഡ്രൻ ഹോമിലാക്കിയിട്ട് ഇച്ചിരി സ്ഥലമുണ്ടായിരുന്നു. കാരണം ഈ ദേശത്തിലേക്ക് കടന്നു വരണമെങ്കിൽ സാമ്പത്തികം വേണം. ഞങ്ങളെ ആർക്കും അറിയത്തില്ല. ദൈവം ഒരു വിഷൻ തന്നു, ആ പ്രകാരമാണ്. ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നത് വിറ്റു. ഞാനും എൻ്റെ വൈഫും കൂടെ. സ്ഥലം വിറ്റ കാരണം ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഞങ്ങളെ പുറന്തള്ളി. ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഈ ദേശത്തിലേക്ക് കടന്നു വന്നു. ഇവിടെയല്ല, ഇവിടെ നിന്നും ഒരു 70-75 കിലോമീറ്റർ അകലെയായിട്ടാണ് ട്രൈബൽസ് മേഖല. ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം അന്നൊന്നും വാടകയ്ക്ക് വീടെടുത്ത് മിനിസ്ട്രി ചെയ്യുന്ന ഒരു അനുഭവമല്ല. ഒരു വില്ലേജിലേക്ക് ചെല്ലുന്നു, അവർ തരുന്ന ഭക്ഷണം കഴിക്കുന്നു, അവർ തരുന്ന കുടിലിൽ പാർക്കുന്നു. അവരോടൊപ്പം 2 ആഴ്ച 1 മാസം അവരോടൊപ്പം പാർത്തിട്ട് അടുത്ത വില്ലേജിലേക്ക് പോകുന്നു. അങ്ങനെയായിരുന്നു മിനിസ്ട്രി. ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ബസ് കാരേജിൽ അർദ്ധരാത്രികളിൽ കിടന്നുറങ്ങാൻ സാഹചര്യങ്ങളുണ്ടായി. ഒരുപാട് സന്ദർഭങ്ങളിൽ ഞങ്ങൾ പോകുന്ന യാത്രയിൽ സന്ധ്യയാകും, കടവരാന്തകളിൽ കിടന്നുറങ്ങേണ്ട സാഹചര്യങ്ങളുണ്ടായി. കൃഷിയിടങ്ങളിലൂടെ കടന്നുപോയി. ട്രൈബൽസിന്റെ ഇടയിലൊക്കെ കടന്നു പോകാൻ കിലോമീറ്ററുകൾ നടക്കണം. 16 വില്ലേജുകൾ, ഒരു സൈക്കിൾ പോലും പോകാത്ത വില്ലേജ് ഉണ്ട് ട്രൈബൽസിന്റെ ഇടയിൽ. സൈക്കിൾ പോലും പോകത്തില്ല, വൈദ്യുതി ഇല്ല, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയുണ്ട്. അപ്പോൾ കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃഷിയിടത്തിൽ ചെറിയൊരു ഷെഡ് കാണും. അതിൽ ആ പ്രിയപ്പെട്ടവർ താമസിക്കും. അവരോടൊപ്പം പാർത്തിട്ടുണ്ട്, അവരുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കടലയുടെ സീസണാകുമ്പോൾ കടല മേടിച്ച് കടല കഴിച്ചുകൊണ്ട് കിടന്ന സന്ദർഭങ്ങൾ. കരിമ്പിന്റെ സീസണാകുമ്പോൾ കരിമ്പ് കട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ തരും. അത് കഴിച്ചിട്ട് കിടന്ന സമയമുണ്ട്. ഉഷ്ണവും ശീതവും പട്ടിണിയും പൈതാകവും ഞങ്ങൾ ഒത്തിരി അനുഭവിപ്പാനിടയായി തീർന്നു. കുറെ സഹോദരങ്ങൾ ഞങ്ങളെ അറിയാൻ തുടങ്ങി. വിദേശങ്ങളിലുള്ള സഹോദരങ്ങളൊക്കെ അറിയാൻ തുടങ്ങി. ഈ പ്രിയപ്പെട്ടവർക്ക് ആ കിലോ കണക്കിന് 100ഉം 200ഉം 500ഉം കിലോ കണക്കിന് ഡ്രസ്സുകൾ, ക്ലോത്തുകൾ ഞങ്ങൾക്ക് അയച്ചു തരും. അതിന് ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത് അവരെ ഉടുപ്പിച്ച്, വസ്ത്രം തീരെ ഇല്ലാത്ത പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ഫുൾ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും. അന്നൊന്നും ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്ന സമയത്തൊന്നും ഞങ്ങളുടെ കയ്യിൽ ക്യാമറയുള്ള സെല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് 2003 മുതലൊക്കെയാണ് ക്യാമറയുള്ള സെല്ലും കാര്യങ്ങളും ഒക്കെ ലഭിക്കാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടു. എന്നോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവളും വളരെയധികം. എല്ലാ ഒരു മല കയറുവാൻ 2 മണിക്കൂർ മുതൽ 6 മണിക്കൂർ ദൈർഘ്യമാണ്. ഫോറസ്റ്റാണ്, കരടിയുണ്ട്, കാട്ടുപോത്തും പാമ്പും വന്യമൃഗങ്ങൾ ധാരാളമുണ്ട്, ഒത്തിരി. അത്രയും വലിയൊരു ഫോറസ്റ്റ് മേഖലകളിലാണ് ഞങ്ങൾ ആദ്യകാലങ്ങളിൽ കർത്താവിൻ്റെ വേല ആരംഭിച്ചത്. അങ്ങനെ 3 വർഷം ഞങ്ങൾ ഈ ദേശത്തിലെ 100 കണക്കിന് വില്ലേജുകളിൽ കർത്താവിനെ സാക്ഷിപ്പാനിടയായി തീർന്നു. അവിടെ തന്നെ പാർക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം വളരെ കുറവാണ്. ഇന്നും ഞാൻ കുളിച്ചത് 1 ബക്കറ്റ് വെള്ളത്തിലാണ്, ഒറ്റ ബക്കറ്റ് വെള്ളം. അപ്പോൾ അന്ന് വളരെ കഷ്ടപ്പാടാണ്. ബാത്റൂം ഇപ്പോഴൊക്കെയാ പല വീടുകളിലും ഉള്ളത്, അന്നൊന്നും ഇല്ല. എന്നാലും ഗ്രാമങ്ങളിൽ ബാത്റൂമേ ഇല്ല. ഇവിടെയും ഞങ്ങൾ 2 വർഷം മുമ്പ് വരെ പുറത്താ പോകുന്നത്. ഒരു ബോട്ടൽ വെള്ളവുമായിട്ട്, പറയാൻ ഒരു ലജ്ജയില്ല, വെള്ളവുമായിട്ട് പോകും. ചുടുകാട് ശവപ്പറമ്പിലാ പോകുന്നത്. അത് ഇവിടെ അടുത്തൊന്നുമല്ല, 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ദൂരെ പോണം. അതുപോലെ കഷ്ടപ്പാട്. പല വില്ലേജുകളിലും നമ്മൾ പുറത്തു പോകുമ്പോൾ പന്നിയായിരിക്കും നമ്മുടെ കൂടെ വരുന്നത്. പ്രഭാതത്തിൽ ആയിരക്കണക്കിന് പന്നിയാണ്.
പന്നി വളർത്തുന്നത് ഇവിടെ 1 കിലോമീറ്ററിൽ 100 മിഥ്യാന്യ ദേവന്മാരുണ്ട്. ഭയങ്കര അനാചാരങ്ങളുള്ള പ്ലേസാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ്. ഒരു 100 മൃഗബലിയെങ്കിലും നടന്നിട്ടുണ്ടാവും, ഇല്ല? കോഴി, ആട്, പന്നി ഇതിനെ വെട്ടി ബലി കൊടുത്ത് പ്രാകൃതമായ പരിപാടികൾ ചെയ്ത് പിന്നെ ചോറും കറിയും, ലാസ്റ്റ് പെണ്ണുങ്ങളൊക്കെ ചോറും കറിയും ഉണ്ടാക്കി മദ്യവും ഈ മൃഗത്തിൻ്റെ മാംസം വേവിച്ച് അതും ഒക്കെ ആയിട്ട് ചോറും കുഞ്ഞുകുട്ടികൾ പരാധീനം എല്ലാം കഴിക്കും. അവസാനം തല്ലുകൂടിയിട്ടാ പിരിഞ്ഞു പോകുന്നത്. ഇവിടുത്തെ ഒരു സംഭവമാണ്, നിത്യസംഭവമാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് അറിയാൻ മേലാത്ത, അതുപോലെ ആഭിചാരകന്മാർ, ശകുനവാദികൾ, ലക്ഷണം പറയുന്നവർ, കോടാങ്കികൾ, മന്ത്രവാദികൾ ഒരു വില്ലേജിൽ 10, 15, 20 പേര് കാണും. 6000 പേരൊക്കെ ഉള്ള വില്ലേജുകളിൽ 100 കണക്കിന് വ്യക്തിത്വങ്ങളാണ് ഇതുപോലെയുള്ള ചൂഷണം ചെയ്യുന്നവർ. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ ഞങ്ങൾ 2 പേരും അനുഭവിപ്പാനിടയായി. വല്ലപ്പോഴും വെക്കേഷൻ ടൈമിൽ കുഞ്ഞുങ്ങളെ പോയി കാണും. വെക്കേഷൻ ടൈമിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വരും. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി അവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് കുഞ്ഞുങ്ങളെയെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങളോടൊപ്പം നിന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ മാസവും ഏതെങ്കിലും സഹോദരങ്ങളുമായിട്ട് വരും, വിസിറ്റ് ചെയ്യും. 10 ദിവസമൊക്കെ വിസിറ്റ് ചെയ്യും, കടന്നു പോകും. കഴിഞ്ഞ 7 വർഷമായിട്ട് ദൈവകൃപയാൽ ഞങ്ങൾക്ക് റെന്റിന് വീടുകളെടുത്ത് ദൈവദാസന്മാരെ കളക്ട് ചെയ്ത് ദൈവദാസന്മാരെ ലഭിച്ചു. അങ്ങനെ ഗ്രാമങ്ങളിലേക്ക്, മലയിൽ നിന്നും ട്രൈബൽസിന്റെ ഇടയിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഗ്രാമീണ സുവിശേഷീകരണത്തിന് കാരണമായി തീർന്നു. അങ്ങനെ ലഭിച്ചതാണ് ഈ സഹോദരന്. അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു, സ്വന്തമായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. അന്ന് മുതൽ പിന്നെ ഞങ്ങൾ മറ്റുള്ള ഓരോ ദൈവദാസന്മാരെയും കളക്ട് ചെയ്തു. ഇന്ന് ഞങ്ങൾക്ക് 7ഓളം ആരാധനകളുണ്ട് ദൈവത്തിന്റെ കൃപയാ. മാത്രമല്ല 40ഓളം സൺഡേ സ്കൂളുണ്ട്. ഒത്തിരി വില്ലേജസ് ഉണ്ട്. 2 വില്ലേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾ +2 പഠിച്ച കുട്ടികളെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോയ വില്ലേജിൽ ഞങ്ങള് അടുത്ത ആഴ്ച മുതൽ ഒരു ട്യൂഷൻ ആരംഭിക്കുകയാണ്. അവരും അവിടെയുള്ള കുട്ടികളും സൺഡേ സ്കൂൾ കുട്ടികളാണ്. അവിടെയും ട്യൂഷൻ ആരംഭിക്കുകയാണ്. വളരെ ടഫാണ്. ഇവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നത് സ്വല്പ കഷ്ടപ്പാടല്ല, ഒത്തിരി കഷ്ടപ്പാടാണ്. 1000 പ്രാവശ്യമെങ്കിലും അവരോട് അവിടെ പോയി കണ്ട്, കാരണം ഒരു പ്രതികൂലം വരുമ്പോൾ ഇവർ ഓടി വരും. പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഒരു നിസാര പ്രശ്നത്തിൽ, അല്പം എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നത്തിൽ ഭാര്യ, സഹോദരി ഒന്നുകിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിക്കും, ഇല്ലെങ്കിൽ അരളിക്ക ഇടിച്ച് അത് വായ്ക്കകത്ത് വിഴുങ്ങി മരിക്കും. ഇതാണ് ഇവിടെ സന്ദർഭമാണ്. നിത്യമായി ദിവസവും സംഭവിക്കുന്ന ഒന്നാണ്. ഒത്തിരി കുട്ടികൾ അനാഥരായിട്ടുണ്ട്. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അപ്പനും അമ്മയും. ഇതൊക്കെയാണ്. ചെറിയ ഗ്രാമങ്ങളാണ്, നിഷ്കളങ്ക മനുഷ്യരാണ്. പക്ഷേ ഇവർ മറ്റന്യാരാധനയുടെ ശക്തിയിൽ, അവരുടെ പ്രക്രിയകളിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു. ഞങ്ങൾ എങ്ങനെയാ കാണിക്കുന്നതെന്ന് പല ക്രിസ്തീയ സിനിമകളിലൂടെ അവരെ ബോധവൽക്കരണം ചെയ്ത് ആ സിനിമ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കഴിഞ്ഞ ദിവസം നടന്നെടുത്ത് തന്നെ 30ഓളം പേർ ലാസ്റ്റിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. പലരും പറയുന്നു ഞങ്ങൾ വരാം എന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്കിവിടെ 30ഓളം സഹോദരങ്ങൾ കൂട്ടായ്മയിലുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗണും കൊറോണയുടെ ബുദ്ധിമുട്ടും
ഒക്കെ ആയതുകൊണ്ട് പല സഹോദരങ്ങളും വല്ലപ്പോഴുമൊക്കെയാണ് കടന്നു വരുന്നത്. ഞങ്ങൾ അവരെ പോയി കാണുന്നു, ആഴ്ചയിലൊക്കെ കാണുന്നു. ആ വീട്ടിൽ ചെറിയ രീതിയിൽ പ്രാർത്ഥനയുണ്ടായിരിക്കും. ഈ വിധത്തിൽ കടന്നു പോവുകയാണ്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ വരുമ്പോൾ പാർക്കുന്നതാണ് ഈ റൂം. മേളിലത്തെ നിലയാണ്, ആസ്പെറ്റോസാണ്. താഴെ കർത്താവിൻ്റെ ദാസനും കുടുംബവുമാണ് പാർക്കുന്നത്. 3 സെന്റ് സ്ഥലവും വീടുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഇതിനോട് ചേർന്നൊരു 3 സെന്റ് സ്ഥലമുണ്ട്. അത് ഈ വീട്ടുടമസ്ഥൻ്റെ ചേഷ്ടൻ്റെ സ്ഥലമാണ്. അതും കൂടെ ചേർത്തേ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നു. അവർ 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അവർക്ക് വേറെ വീടുള്ളത് കൊണ്ട്. ഇത് നല്ല സൗകര്യമാണ്. റോഡാണ്, മെയിൻ റോഡാണ്, ബസ് സ്റ്റോപ്പാണ്. ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ആൾക്കാർക്ക് വരാനും പോകാനും ഒക്കെ വളരെ സൗകര്യമുണ്ട്. ഞങ്ങളെ കേൾക്കുന്നവർ പ്രാർത്ഥിക്കുക ഇത് മേടിക്കാനുള്ള ഒരു അവസരത്തിന്. കാരണം ഞങ്ങൾക്ക് 1 സെന്റ് ഭൂമിയോ മറ്റൊന്നും, ഇത്രയും വർഷം കൊണ്ട് ഞങ്ങളിവിടെ അധ്വാനിക്കുന്നു, ഒന്നും ഇതുവരെയും മേടിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് സ്റ്റാൻഡിങ് ആകാൻ, കാരണം എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടിത് ഏതെങ്കിലും തരത്തിൽ ദൈവമക്കളുടെ സഹായത്തോടെ മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കണമേ. ഈ ദേശത്തെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കുക. 60 വില്ലേജുള്ള ഒരു മേഖലയാണ്. 60 വില്ലേജ്, 1.5 ലക്ഷം ജനമുള്ള ഒരു ഭാഗത്ത് ഇദ്ദേഹം മാത്രമാണ്. ഞാൻ വരുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രം പോയാൽ പോരാ, എല്ലാ ദൈവദാസന്മാരുടെയും വില്ലേജുകൾ കവർ ചെയ്യും. അപ്പം ഞങ്ങൾ എല്ലാ സ്ഥലത്തും കവർ ചെയ്യും. ആകപ്പാടെയുള്ളത് ഒരു ബൈക്കാണ്. എത്ര വർഷമായിട്ട് നമ്മ ബൈക്ക്? 7 വർഷമായി ഒരു ബൈക്കുള്ളത്. ഈ ബൈക്കിലാണ് ഞങ്ങൾ ട്രിപ്പ് അടിക്കുകയാണ്. ഓരോ ദൈവദാസന്മാരെ അങ്ങോട്ട് കൊണ്ടുവിടുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഒരു വില്ലേജിലേക്ക് പോകുമ്പോൾ പ്രൊജക്ടർ, മറ്റുള്ള സാധനങ്ങൾ, ട്രാക്ട്, നിങ്ങൾ കാണുന്നു, ബൈബിൾ, ഇതെല്ലാം കൊണ്ടുപോകുന്നു, വരുന്നു. ഇപ്പം ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 പേരായിട്ട് ഇതെല്ലാമായിട്ട് പോവുകയാണ്. ഒരു ഒമനിയുടെ ആവശ്യകത ഉണ്ട്. ഒത്തിരി സഹോദരങ്ങളെ, ഈ വിശ്വാസികളെ കളക്ട് ചെയ്യാൻ കഴിയും വില്ലേജിൽ നിന്നൊക്കെ ഒരു ഒമനി ഉണ്ടെങ്കിൽ. കാരണം വാഹന സൗകര്യം വളരെ കുറവാണ്. ഒത്തിരി ദൂരെയാണ് ഞങ്ങൾ പോകുന്നതൊക്കെ. നിങ്ങൾ ആ വില്ലേജൊക്കെ കാണുന്നുണ്ട് കറക്റ്റായിട്ട്. ഇവിടെ അടുത്തൊന്നുമല്ല, വളരെ ദൂരെയാണ്. 5-8 കിലോമീറ്ററൊക്കെ കവർ ചെയ്താണ് ഓരോ വില്ലേജുകൾ. അപ്പോൾ വളരെ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ തുടങ്ങിയതാണ് ഈ മിനിസ്ട്രി. ഇന്ന് എൻ്റെ വൈഫ് ബെഡ് റെസ്റ്റ് ആകാൻ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി പട്ടിണി കിടന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നിന്ദകളും പരിഹാസങ്ങളും ജീവിതത്തിലുണ്ടായി. ഉഷ്ണവും ശീതവും സഹിച്ചു. അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ജീവിതത്തിൽ. കഴിച്ചും കഴിക്കാതെയും ഇവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ പശ്ചാത്തലമായിരിക്കാം. 2 അറ്റാക്കുകൾ ഉണ്ടായി. ഭയങ്കരമായ ബ്ലോക്കാണ്. ഒരു വലിയൊരു ബൈപ്പാസ് സർജറിക്ക് വിധേയമാക്കേണ്ടതാണ്. സാഹചര്യമില്ലാത്തത് കൊണ്ട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നു. പ്രാർത്ഥനയിലാണ്. 3 വർഷക്കാലമായി. ഞങ്ങളുടെ മകളെ കുടുംബിനിയായി. അവൾക്കൊരു കുഞ്ഞുവാവയുണ്ട്. മകൻ എൻ്റെ കൂടെ സുവിശേഷ പ്രവർത്തനവും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഞങ്ങൾക്കും ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസന്മാർക്കും കുടുംബത്തിനും വളരെ വളരെ ടഫാണ്. ഇവിടുത്തെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടാൽ ഒരു പ്രാവശ്യം പോയാലേ മനസ്സിലാവും. അത്രത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. വൈകിയ വേളയിൽ ഞങ്ങൾ കടന്നു പോകുന്നത് ലൈവ് വരും. സ്വർണ്ണപ്പണി ചെയ്യുന്ന, ആഭരണങ്ങൾ പണിയുന്ന പ്രിയപ്പെട്ടവരുടെ വീട്ടിലാണ്. ഞാൻ വന്ന് അടുത്ത ദിവസം അവിടെ ലൈവ് ഉണ്ടായിരുന്നു. 35 പേർ. അപ്പച്ചന് 90 വയസ്സ്, ആ അമ്മയ്ക്ക് 87 വയസ്സ്.
അവരുടെ മക്കളും കുടുംബവും പേരമക്കളും ബന്ധുമിത്രാദികളും ഞങ്ങളെ മനഃപൂർവ്വമായി വിളിച്ച് ശുശ്രൂഷ ഇത് പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു. 1.5 കിലോ കേക്കൊക്കെ മേടിച്ചു. കേക്കൊക്കെ കണ്ടിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് മുതൽ എല്ലാ ആഴ്ചയിലും ആ ഭവനത്തിൽ ഒരു പ്രേയർ വേണമെന്ന് അവർ ഞങ്ങളോട് പറയുകയുണ്ടായി. തന്മൂലം ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ മാത്രമല്ല, അവിടെ ആയിരക്കണക്കിന് വീട് ചുറ്റുമുണ്ട്. ടൗണാണ്. ഇവിടുത്തെ ഈ പ്രാർത്ഥന മൂലം ആ പ്രിയപ്പെട്ടവരും രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ, യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിപ്പാൻ ആ പ്രിയപ്പെട്ടവർ ഇടയാകേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ടും സമൃദ്ധിയായിട്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതുവർഷം വരികയാണ്. ഇനിയുള്ള നാൾ നമുക്ക് സ്വസ്ഥതയോ സമാധാനമോ എന്താണ് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ, ഈ ദുർഘട സമയത്ത് നാം ഈ യേശുവിനെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് വരച്ചു കാണിക്കുക മാത്രമല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളറയിലേക്ക് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നാം മൂലം അവർ അത് പ്രാപിച്ചെടുക്കുകയും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുകയും നിത്യതയിൽ പ്രവേശിപ്പാൻ ഇടയാകുകയും ചെയ്തില്ല എങ്കിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു അവസരമുണ്ടാകും. ആയതിനാൽ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരോട് യേശുവിനെ പ്രസംഗിക്കുക, യേശുവിനെ സാക്ഷിക്കുക, ഇതുമാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവമായ കർത്താവ് തൻ്റെ മഹാധനത്തിനൊത്തവണ്ണം സകലതും തീർത്തു തരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ സ്നേഹപൂർവ്വം ചോദിച്ചുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.